സിബിൻ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ സിബിനെ നിങ്ങൾ ഭ്രാന്തനാക്കി ഒരു മെഡിസിൻ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അത് എന്ത് മെഡിസിനാണ് കൊടുത്തത്? ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ആ സമയങ്ങളിൽ ഞാൻ അവിടെ ഇല്ല. പക്ഷേ എൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സാറ്റർഡേ ഈവനിങ് 6 o'clock നമ്മൾ ഷൂട്ട് കഴിയും. 6:30 ഷൂട്ട് കഴിയും. 7 o'clock നെക്സ്റ്റ് ഡേ സൺഡേ നമ്മുടെ എഡിറ്റും കാര്യങ്ങളും ഉണ്ടാകും. സൺഡേയിലത്തെ എപ്പിസോഡ് എഡിറ്റ് ഞാനൊരു ഈവനിങ് ആകുമ്പോൾ ഞാൻ സെറ്റിൽ നിന്ന് പോകും. ഞാൻ തിരിച്ച് നാട്ടിൽ വരും. നാട്ടിൽ വന്നിട്ട് ഐ സ്റ്റേ ഹിയർ ഫോർ 3-4 days. അപ്പം ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സൺഡേ മോർണിംഗ് സിബിൻ സ്റ്റാർട്ടഡ് സിറ്റിംഗ് ഒരു കോർണറിലേക്ക് ഇരിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ദേ സെഡ് എവിക്ഷൻ ടീം ഐം സ്കെയർഡ് ഓഫ് ഇറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്. ഞാൻ പറഞ്ഞു ഓക്കെ വാട്ട് ഇസ് ഇറ്റ്. സോ യൂഷ്വലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും. ആൾക്കാർ ഇങ്ങനെ ഇത്രയും ഓവർ തിങ്ക് ചെയ്ത് അതൊരു പ്രശ്നമാവാറില്ല, എനിക്ക് മനസ്സിലായില്ലേ. അപ്പോൾ എന്താണെങ്കിലും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു മൺഡേ മോർണിംഗ്. സോ ഐ ട്രാവൽ ബൈ ബസ്. സോ ഐ ടേക്ക് മൈ ടൈം. കുറച്ച് നേരം ഒന്ന് റിവൈൻഡ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യുന്നത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പിസോഡുകൾ കാണാം. സോ ഐ സിറ്റ് ആൻഡ് വാച്ച് എപ്പിസോഡ്സ് തന്നെ. ഞാൻ ഇവിടെ വന്നു മൺഡേ കമ്മിങ് ബാക്ക് ഹോം. ഞാൻ പിന്നെ എൻ്റെ മോളോ ബിഗ് ബോസുമായിട്ടൊന്നും കണക്ഷൻ ഒന്നുമില്ല. വീട്ടിൽ വന്നു വീട്ടുകാരായിട്ടൊക്കെ സ്പെൻഡ് ചെയ്തു. ഐ തിങ്ക് ട്യൂസ്ഡേ വെനസ്ഡേ ഐ ഗെറ്റ് ടു നോ ഇങ്ങനെ സിറ്റുവേഷൻ വഷളായി, ഹീ നീഡ്സ് ടു ഗോ എന്നും പറഞ്ഞു. അപ്പോൾ പുള്ളി പോയി കഴിഞ്ഞ്. സോ ഐ റീച്ച് ദെയർ ഓൺ തേഴ്സ്ഡേ. ആ സമയത്തിനുള്ളിലാണ് എൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് ഐ കോൾ ആൻഡ് ഐ ആസ്ക്ഡ് വാട്ട് ഇസ് ദ സീൻ. ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. ഹി സെഡ് ഹി വോണ്ട്സ് ടു ഗോ, ഹി ലെഫ്റ്റ്. ഇത്രയും ഒരു കാര്യമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് മെഡിസിൻ കൊടുത്തു. അത് ഇപ്പം ഒരു I was told that he met the psychiatrist there. So psychiatrist company, I know this guy for years. പുള്ളി ബിഗ് ബോസിൻ്റെ എല്ലാ ബിഗ് ബോസിനും പുള്ളിക്കാരനാണ് വന്ന് സൈക്കാട്രിക് മീറ്റിംഗ് നടത്തുന്നതും കാര്യങ്ങളും എല്ലാം. സോ ഹീ നോസ് ഹൗ ലെവൽ എന്തായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഷോയിലേക്ക് പോകുമ്പോൾ അത് അവർ ശരിക്കും നോക്കിയിട്ടാണ് വിടുന്നത്. കാരണം മെൻ്റലി ഭയങ്കര കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്ട്രെയിൻ വരുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്ന ഒരു ഷോ ആണ് അല്ലാതെ ചുമ്മാ പോകുന്നതല്ല. അവിടെ പോകുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ് ഇങ്ങനൊരു ടഫായിരിക്കും ഷോ. അവിടെ ടാസ്കുകൾ ഉണ്ടാകും, പുറത്ത് പോകാൻ പറ്റില്ല, ഫോണില്ല, ഔട്ട്സൈഡ് കണക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെയും കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്ത ഒരാൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരാം. അവിടെ അത് പറ്റില്ല. അവരെ തന്നെയാണ് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഈവൻ ഇഫ് ഇറ്റ്സ് എ ലവ് സിറ്റുവേഷൻ, ഇപ്പോൾ നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചാലും ഇവിടെ ആകുമ്പോൾ ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോവാം. പക്ഷെ അവിടെ അത് പറ്റില്ല. എല്ലാം കൊണ്ടും അതൊരു ഭയങ്കര മെൻ്റൽ ടോർച്ചർ സിറ്റുവേഷൻ തന്നെയാണ്. സോ അപ്പോൾ അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ പുള്ളി കണ്ടു എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ വെദർ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചിട്ട് ഐ ഹവ് നോട്ട് ക്ലൂ. ലൈക്ക് ഇപ്പം മെഡിസിൻ കൊടുത്തു, ഇത് കൊടുത്തു, അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല. ബിക്കോസ് എന്തെങ്കിലും ഒരു പ്രൂഫും റെക്കോർഡിക്കൽ സാധനങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടാകും അല്ലേ. ഉണ്ടാകാതെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു സാധനം അത് സീരിയസ് സിറ്റുവേഷനാണ്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൂഫ് വേണം. സോ ദേ വിൽ ഹാവ് ആ സമയത്തുള്ള വീഡിയോ റെക്കോർഡിങ്സും കാണിച്ചൊക്കെ എല്ലാം അവരുടെ ബാക്കപ്പ് ഉണ്ടാകും. അത് ബാക്കപ്പ് എടുത്ത് വെക്കുകയും ചെയ്യും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ. കാരണം നാളെ അത് എപ്പോഴെങ്കിലും അതൊരു പ്രശ്നമായി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് കമ്പനി അല്ലേ. ഏഷ്യാനെറ്റും എൻ്റെ മോളും പോലുള്ള കമ്പനി അവരുടെ പ്രിക്വേഷൻസ് എടുക്കാതെ തോന്നിയ പോലെ ചെയ്യില്ലല്ലോ. തെറ്റുകൾ എവിടെയോ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു എവിടെ എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പുറത്ത് വന്നവരെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം. ഇല്ലെങ്കിൽ അകത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതൊരു ടോക്ക് ഓഫ് ദ ടൗൺ തന്നെയായിരുന്നു. അതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റത്തില്ല അല്ലേ. അപ്പം പക്ഷേ ഇതിന് വേണ്ടത് എൻഡ് സൊല്യൂഷൻ എന്തായിരുന്നു? ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു അവർ പറഞ്ഞു തന്നതല്ലാതെ ഒരു പ്രൂഫോ കാര്യങ്ങളോ വെച്ചിട്ട് എനിക്കിതുവരെ വന്നിട്ടില്ല. ഇപ്പം പറഞ്ഞു കേസ് എന്ന് പറഞ്ഞു, എനിക്ക് വന്നിട്ടില്ല. ഞാൻ പോയിട്ടില്ല. ഞാൻ ഷോ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. റെക്കോർഡിക്കൽ പ്രൂഫ് ഉണ്ടാവുമല്ലോ അതിനൊക്കെ. ആണോ? സോ ടോട്ടലി ലൈക്ക് ഐ എം ഷുവർ ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും. ആരെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചത് മാറിപ്പോയിട്ടുണ്ടാവാം. സിറ്റുവേഷൻ മസ്റ്റ് ഓഫ് കോഴ്സ് ഡൺ ആണ്. വിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലാലേട്ടന് ചിലപ്പോൾ സങ്കടപ്പെടും. താങ്കൾക്കും തോന്നാറില്ല അങ്ങനെ? ദ പ്രോബ്ലം ഇസ് എനിക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ തോന്നുന്നത് വെച്ചാൽ ഇപ്പം നല്ലൊരു കണ്ടസ്റ്റൻറ്റ് പോകുമ്പോൾ, കോണ്ടന്റ് തരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് പോകുമ്പോൾ നമുക്ക് വിഷമം. ഇപ്പം പുതിയതായിട്ട് ഒരാൾക്ക് പോകണമെന്ന് താങ്കൾ കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? ഞാൻ
എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഓൾറെഡി എല്ലാവരും പോയി, ഇതിന് മുമ്പ് കൊടുക്കേണ്ട ഒരുപാട് പേര് എന്നെ വിളിക്കുവേ. അപ്പോൾ വിളിച്ച് കഴിയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഭയങ്കര റിയാക്ട് ചെയ്യും, ഞാനത് ചെയ്യും, ഞാൻ ഒരാളെയും വെറുതെ വിടില്ല. ഐ തിങ്ക് ഷോ ശരിക്കും പറഞ്ഞാൽ അതല്ല. ഷോ ഇസ് നോട്ട് അബൌട്ട് വൈ ഡിഡ് വി ആൾ ലവ് ദ ഷോ. നമ്മളെപ്പോഴും എനിക്കെപ്പോഴും ഷോ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാൻ പറ്റിയ വേറെ ഷോ ഇല്ല. സ്നേഹബന്ധങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ അവർ പറയും ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു ലവ് അഫെയർ വന്നു എന്ന് ചോദിക്കും. നാച്ചുറൽ അല്ലേ, നമ്മളൊരു വീട്ടിൻ്റെ അകത്ത് പൂട്ടിയിട്ടിട്ട് നമ്മൾ എല്ലാ ദിവസവും കാണുന്നു, നമ്മുടെ ഒരു വേവ് ലെങ്ത് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരാൾ, അത് ചിലപ്പോൾ ഒരു ബ്രദർലി ഫീലിംഗ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു മദർലി ഫീലിംഗ് ആയിരിക്കാം. എല്ലാവർക്കും എല്ലാ ഫീലിങ്ങും ഉള്ള മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. പക്ഷേ ഇതെല്ലാം മാറി എല്ലാവരും ഗെയിം മാത്രം കളിക്കാൻ തുടങ്ങുമ്പോൾ ഐ ഡോണ്ട് നോ, ഐ പേഴ്സണലി എനിക്കതൊരു ഇഷ്ടമുള്ള കാര്യമല്ല. അതിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. റിലേഷൻഷിപ്സ് ഉണ്ടാവണം. അപ്പോൾ ചില റിലേഷൻഷിപ്സ് നന്നാവും, ചില റിലേഷൻഷിപ്സ് പൊട്ടും. ഇപ്പോൾ ബ്രദേഴ്സ് ആയിരുന്നു വിചാരിക്കുന്നവർ ചിലപ്പോൾ ചതിക്കപ്പെടാം. ഇതെല്ലാം പാർട്ട് ഓഫ് റിയൽ ലൈഫാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ റിയൽ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഇക്കാനെ കാണുമ്പോൾ വരുമ്പോൾ വലിയ സ്ട്രാറ്റജി ആയിട്ടാണോ വന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആദ്യം കാണുന്നു, സംസാരിക്കുമ്പോൾ എങ്ങനെ പോകുന്നു, നമ്മുടെ വേവ് ലെങ്ത് എന്നനുസരിച്ചിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഫോം ആകുന്നു. പക്ഷെ ഇതിന് ഇപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവുന്നില്ല. ബേസിക്കലി ബിക്കോസ് എവ്രി വൺ ഇസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. ഇപ്പം കഴിഞ്ഞ കൊല്ലത്തെ വേണമെങ്കിൽ പറയാം, ആ ഒരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫൈറ്റ് വാസ് സിഗരറ്റ് ഫൈറ്റ്. അൺനെസസറി ബ്ലോ അപ്പ് ചെയ്തു എന്നെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ദ റീസൺ ഫസ്റ്റ് വീക്കിൽ തന്നെ പുള്ളി എവിക്റ്റായി പോവുകയും ചെയ്തു അല്ലേ, രജീഷ്. അപ്പോൾ ഇവർ ഇത് ഭയങ്കര പ്ലാനിങ് ആണ് എല്ലാവർക്കും. ഇപ്പോൾ ബാക്കിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത ഓഡിയൻസ് എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും, സ്ക്രീൻ സ്പേസ്. പക്ഷേ ഇവർ മനസ്സിലാക്കണം, ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത് ഒരു പുട്ടപ്പ് ബിഹേവിയർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഓഡിയൻസിന് ഇവരെല്ലാം ഇഷ്ടപ്പെടണമെങ്കിൽ ഇവരുടെ സ്റ്റോറീസ് വരണം, റിലേഷൻഷിപ്സ് ബ്ലൂം ചെയ്യണം അല്ലേ. അതൊരു ഇതാണ്. I think that is one thing that people should start noticing. I think after ഒരു സീസൺ 4 കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഈ ഒരു ട്രെൻഡ് ഇൻ അല്ലേ, സ്പേസും സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ വന്നത്. Now I think after that everyone is becoming that one particular person. നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി, നമ്മളുടെ ഒരു സോഫ്റ്റ് സൈഡൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് സോഫ്റ്റ് സൈഡ്സ്. അതൊക്കെ കൂടെ വരുമ്പോഴാണ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഇതായി അല്ലെ. ആസ് എ ഹ്യൂമൻ ഓൾസോ ഐ തിങ്ക് നമുക്ക് ദേഷ്യവും സങ്കടവും സ്നേഹവും ഇതെല്ലാം കൂടെ വരുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിലൊരു രസം. എപ്പോഴും ദേഷ്യം മാത്രം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലേ, അതൊരു ബോർ ലൈഫ്. ഡോക്ടർ റോബിൻ്റെ സീസണിൽ ഡോക്ടർ റോബിൻ്റെ ഒരു നേച്ചർ വേറെ ആയിരുന്നു അല്ലേ, എന്തിനും അലറി വിളിക്കുക, അങ്ങനെയായിരുന്നല്ലോ റോബിൻ. അതെന്തായിരിക്കും അത്തരമൊരു രീതിയിലേക്ക് പോയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.